ഈ ഒരു ചൂടിന് നമുക്ക് വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ മാറുന്ന നല്ലൊരു ഡ്രിങ്ക് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡ്രിങ്ക് ആയിട്ടും അതുപോലെ കോരി കഴിക്കുന്ന രീതിയിലൊരു ഡെസേർട്ടായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നോമ്പിൻ്റെ സമയത്തും അല്ലാതെ ഈ ചൂടത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ആദ്യം കുറച്ച് കസ്റ്റാർഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ, കുറച്ച് പാലും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് പാലിന് പകരം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും കുറച്ച് യെല്ലോ കളർ അല്ലെങ്കിൽ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ ഞാനിത് കുറച്ച് സബ്ജ സീഡ്സ്, ബ്ലാക്ക് കസ്കസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ബോഡിക്ക് തണുപ്പൊക്കെ കിട്ടാനായിട്ട് സബ്ജ സീഡ്സ് നല്ലതാണ് കേട്ടോ. ഈ ചൂടത്തൊക്കെ നമുക്ക് എല്ലാ ഡ്രിങ്ക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിതാ കുറച്ച് സേമിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറുത്ത സേമിയാണ്, വറുക്കാത്ത സേമിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിതാ ഒരു പാനിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ പാല്, ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മളിത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ഞാൻ കുറച്ച് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/4 കപ്പിലും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത്രയും സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സേമിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുന്ന വരെ ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കസ്റ്റാർഡ് ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കട്ടായിട്ട് പോകും. അപ്പോൾ ഫ്ലെയിം കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുകയാണ്. ഈ കസ്റ്റാർഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ ആ ഒരു കസ്റ്റാർഡ് ഇങ്ങനെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ പാലും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കുകയാണ്. അപ്പോൾ ചൂടാറിൻ്റെ ശേഷം ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ, മാംഗോ, പിന്നെ ബ്ലാക്ക് മുന്തിരി, അതുപോലെ തന്നെ പോമഗ്രനേറ്റ്, ഗ്രീൻ മുന്തിരി, പിന്നെ കുറച്ച് ചെറിയ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ പഴവും ആപ്പിളും മുന്തിരിയും മാത്രം ഉണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഫ്രൂട്ട്സ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സബ്ജ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. സബ്ജ സീഡ്സ് നമുക്ക് ഭയങ്കര നല്ലതാണ്, ബോഡിക്ക് ഒരു തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് എല്ലാ ഡ്രിങ്ക്സിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞങ്ങളിവിടെ നാരങ്ങ വെള്ളത്തിലും എല്ലാത്തിലും ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാ നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കോരി കഴിക്കുന്ന പാകത്തിലും എടുക്കാം. ഇനി കുറച്ചുകൂടെ പാലോ വെള്ളമോ ഒഴിച്ചിട്ട് ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രിങ്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതാ മേലെ കുറച്ച് ബദാമും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ സേമിയയ്ക്ക് പകരം സാഗോ പേൾസ് ചേർത്തിട്ടും നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സാവൂനരിയിൽ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.